ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്തത്. അതായത് നല്ല സ്പെഷ്യൽ നോൺ വെജ് ഫ്യൂഷൻ ഡിഷസിന്റെ ടേസ്റ്റിലുള്ളത് പോലെയുള്ള പ്യോർ വെജ് സ്പെഷ്യൽ ഫ്യൂഷൻ ഡിഷസ് കിട്ടുന്ന ഒരു കിഡിലൻ റെസ്റ്റോറന്റ് ആണ്. ഇവർക്ക് ഫ്രണ്ടിലും സൈഡിലും അത്യാവശ്യത്തിന് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇനി ഇത് രണ്ടും ഫുൾ ആണെങ്കിൽ റെസ്റ്റോറന്റിന്റെ നേരെ ബാക്കിലായിട്ട് ഈ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. പിന്നെ വീൽ ചെയർ ആക്സസിനായിട്ട് ഈ റാമ്പും ഉണ്ട്. അപ്പൊ ഇതാണ് വൃന്ദാവൻ പ്യോർ വെജ് റെസ്റ്റോറന്റ്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ ആദ്യം തന്നെ വരവേൽക്കുന്നത് ഈ ഒരു ടെംപ്റ്റിംഗ് കൗണ്ടർ ആണ്. അതായത് നല്ല ഫോറിൻ ചോക്ലേറ്റ്സും പിന്നെ നല്ല കളർഫുൾ ആൻഡ് ട്രഡീഷണൽ സ്വീറ്റ്സ് ഒക്കെ നല്ല അട്രാക്റ്റീവ് രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൗണ്ടർ. പിന്നെ ഈ കാണുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവരുടെ മെയിൻ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇഷ്ടം പോലെ സീറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതിൽ നോർമൽ ചെയർസും ഉണ്ട്, പ്ലസ് സോഫാസും ഉണ്ട്. കണ്ടാൽ ശരിക്കും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫൈൻ ഡൈൻ ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ മെനു. വളരെ കളർഫുൾ ആൻഡ് ഇംപ്രസീവ് മെനു ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അതിൽ തന്നെ പലതരം ഊത്തപ്പം, ദോശ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സൂപ്സ് ആൻഡ് സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്, സാലഡ്സ് വരുന്നുണ്ട്, ചൈനീസ് ഐറ്റംസ് വരുന്നുണ്ട്, ലഞ്ച് ആൻഡ് ഡിന്നർ ഐറ്റംസ് വരുന്നുണ്ട്, തന്തൂർ ഐറ്റംസ് വരുന്നുണ്ട്, തവ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ പലതരം ബെവറേജസും വരുന്നുണ്ട്, ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസും വരുന്നുണ്ട്. അപ്പൊ ലഞ്ചിന്റെ സമയമായതുകൊണ്ട് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഇവരുടെ ഇലയിൽ വിളമ്പുന്ന ഊണാണ്. അപ്പൊ ഇതിൽ ഇഞ്ചമ്പുളി വരുന്നുണ്ട്, മാങ്ങാച്ചാറ് വരുന്നുണ്ട്, കൊണ്ടാട്ടമുളക് വരുന്നുണ്ട്, അവിയൽ വരുന്നുണ്ട്, ഒരു മസാലക്കറി വരുന്നുണ്ട്, പിന്നെ കുമ്പളങ്ങയുടെ ഒരു കറി വരുന്നുണ്ട്, ചീരത്തോരൻ വരുന്നുണ്ട്, പപ്പടം വരുന്നുണ്ട്, പിന്നെ ഇവരുടെ തൈര് വരുന്നുണ്ട്, പായസം വരുന്നുണ്ട്, രസം വരുന്നുണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട്. അപ്പോ ഈ ഊണ് വളരെ ലിമിറ്റഡ് ആണ്. ആദ്യം വരുന്ന 30-40 പേർക്ക് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അപ്പൊ നമുക്ക് ചോറിൽ കുറച്ച് സാമ്പാർ ഒഴിച്ച് പപ്പടം പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചമ്പുളി, അതേപോലെ ഇവരുടെ അച്ചാറ്, അവിയല്, അതേപോലെ ചീരത്തോരൻ, കുറച്ച് മസാലക്കറി, പിന്നെ ഇവരുടെ കുമ്പളങ്ങ കറിയും എടുത്ത് എല്ലാം കൂടി കൂട്ടി കുഴച്ചൊരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, കൊള്ളാം. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ലൊരു ഡീസന്റ് ഊണ് തന്നെയായിരുന്നു. അപ്പോ ഊണ് കഴിക്കാൻ താല്പര്യമുള്ളവര് നേരത്തെ തന്നെ വരണം. വളരെ ലിമിറ്റഡ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെയുള്ള രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രസം കൊള്ളാം. നല്ല ചൊടിയുള്ള ഫ്ലേവർസം രസമാണ്. അതായത് സാധാരണ വെള്ളം പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയ പായസം ഒന്ന് കുടിച്ചു നോക്കാം. ആഹാ, അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സേമിയ പായസമായിരുന്നു. അപ്പൊ നല്ലൊരു ഡീസന്റ് ഊണ് തന്നെയായിരുന്നു. പിന്നെ വന്നതാണ് ഈ ഒരു ഐറ്റം. നല്ല കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് പ്രസന്റേഷൻ ആണ്. പിന്നെ ഈ വന്നത് ഒരു ലോലിപോപ്പ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ പനീർ ലോലിപോപ്പ്. 6 പീസിന് വരുന്ന റേറ്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഈ ലോലിപോപ്പ് ആ സോസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി. അതും പനീർ ഫില്ലിംഗ് ആണ്. കൂടുതലും കഴിച്ചിട്ടുള്ളത് ചിക്കൻ ലോലിപോപ്പ് ആണ്. ആദ്യമായിട്ടാണ് ഒരു പനീർ ലോലിപോപ്പ് കഴിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു പനീർ ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ സ്റ്റാർട്ടർ ആണ്. പിന്നെ വന്നതാണ് ഈ ഒരു ഐറ്റം. ഇവരുടെ ചൈനീസ് ഐറ്റം ആണെന്ന് തോന്നുന്നു. അതിനുശേഷം വേറൊരു ചൈനീസ് ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ഐറ്റം പോലെ ഒരു സംഗതി വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ വന്ന ഐറ്റം ആണ് ഇവരുടെ മലായ് പനീർ ടിക്ക. ഇത് ഇവരുടെ ഒരു തന്തൂർ സ്പെഷ്യൽ ആണ്. ഇത്രയും വലിയ പനീർ പീസ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ പനീർ ടിക്കയുടെ മേലെ ആ മലായ് ഡിപ്പ് ഒന്ന് കുറച്ചൊഴിച്ചൊന്ന് കഴിച്ചു നോക്കാം. നല്ല കിഡിലൻ തന്തൂർ ഗ്രിൽഡ് പനീർ ടിക്ക ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. ഒരു കിഡിലൻ സംഭവം. പിന്നെ ഇതിന്റെ കൂടെ സെലക്ടഡ് വെജീസും വരുന്നുണ്ട്, ചീസും വരുന്നുണ്ട്. ശരിക്കും ഒരു ഹോൾസം തന്തൂർ ഗ്രിൽ ഐറ്റം തന്നെയാണ്. പിന്നെ വന്നതാണ് ഇവരുടെ ഹണി ചില്ലി പൊട്ടാറ്റോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു റേറ്റിന്. ശരിക്കും പറഞ്ഞ ഒരു ടിപ്പിക്കൽ ചൈനീസ് ഹണി ഗ്ലേസ്ഡ് ഐറ്റം ആണ്. അപ്പൊ ഇതിൽ പൊട്ടാറ്റോ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ സെസമി സീഡ്സ് വരുന്നുണ്ട്, സെലക്ടഡ് വെജീസ് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞതാണ് ഇവരുടെ സ്പെഷ്യൽ ചൈനീസ് ഐറ്റം ഡ്രാഗൺ ഇഡ്ഡലി.
സാധാ ഇഡ്ഡലി തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്, പക്ഷെ ഈ ഇഡ്ഡലി ഒരു സംഭവം തന്നെയായിരുന്നു. കഴിച്ചിട്ട് ഇഡ്ഡലിയാണെന്ന് തോന്നിയേ ഇല്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. ഈ രീതിയിലും ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന് ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഇഡ്ഡലി തന്നാൽ ഒന്നല്ല 2 പ്ലേറ്റ് സുഖമായി കഴിക്കും. ഇഡ്ഡലി ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഇത് ഫുള്ളായി തീർക്കും, അത്രയ്ക്കും ടേസ്റ്റി സംഭവമാണ്. പിന്നെ ഇതിന് ശേഷം വന്ന 2 ഐറ്റംസും നല്ല നാടൻ സ്പെഷ്യൽ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നേരത്തെ വന്ന ഐറ്റമാണ് ഇവരുടെ മഷ്റൂം കോക്കനട്ട് ഫ്രൈ. ഇതിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, തേങ്ങാക്കൊത്തൊക്കെ കാണാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, നല്ല അസല് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള മഷ്റൂം റോസ്റ്റ് ആണ്. നല്ല കിഡിലൻ ഐറ്റം. പൊറോട്ട അല്ലെങ്കിൽ റൊട്ടിയൊക്കെ ആയി കൂട്ടി കഴിക്കാൻ നല്ലൊരു സ്പൈസി ഐറ്റം ആണ്. പിന്നെ വന്നത് ഈ ഒരു കറിയാണ്. ആ കറിയായിട്ട് കൂട്ടി കഴിക്കാൻ ഇവരുടെ 2 സ്പെഷ്യൽ ബ്രെഡ്സും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വന്നത് ഇവരുടെ ഒരു ബിരിയാണി ഐറ്റം ആണ്. കാണാൻ നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ റൈത്തയും ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ ഒരു പപ്പടം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ നേരത്തെ വന്ന ട്രഡീഷണൽ ഡിഷായ കപ്പ വിത്ത് മഷ്റൂം ഒന്ന് കഴിച്ചു നോക്കാം. ഇത് എവിടെയും അങ്ങനെ കാണാത്തൊരു ഐറ്റമാണ്, ഒരു ഫ്യൂഷൻ ഐറ്റമാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ലൊരു ഇന്നോവേറ്റീവ് ഡിഷാണ്. അതായത് നാടൻ കപ്പ പുട്ടുപോലെ പൊടിച്ചത് മഷ്റൂം മസാല ആയിട്ട് കോംബോ മീലായിട്ടാണ് തരുന്നത്. അതായത് തേങ്ങാക്കൊത്തൊക്കെ ഇതിലും വരുന്നുണ്ട്, ഉള്ളി വരുന്നുണ്ട്. നല്ല സ്പൈസി മഷ്റൂം മസാലയുടെ കൂടെ കപ്പയുടെ ഒരു കിഡിലൻ കോമ്പിനേഷൻ. പിന്നെ വന്നത് ഇവരുടെ ഒരു റൈസ് ഐറ്റം ആണ്, നല്ല കളർഫുൾ റൈസ് ഐറ്റം. അതേപോലെ ഒരു കളർഫുൾ നൂഡിൽസും വന്നിട്ടുണ്ട്, അതിലേക്കുള്ള ഡിപ്സും വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ബട്ടർ നാൻ. ഒരു പീസ് അത്യാവശ്യത്തിന് നല്ല വലിയ സൈസാണ്, അതേപോലെ നല്ല സോഫ്റ്റ് ബട്ടർ നാൻ ആണ്. അപ്പൊ ഇതിലേക്കുള്ള കറിയാണ് ഇവരുടെ ലാഹോരി കോഫ്ത കറി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, 2 വലിയ പീസ് കോഫ്തയാണ് ഇതിൽ കാണുന്നത്. അതിന്റെ കൂടെ കറിയുടെ മേലെ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ചീസ് കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കോഫ്ത പീസ് എടുത്ത് കുറച്ച് ഗ്രേവിയും കൂട്ടി ഇവരുടെ ബട്ടർ നാൻ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. അതിനു മുമ്പ് ഇവരുടെ കോഫ്തയിലുള്ള ഫില്ലിംഗ് എന്താണെന്ന് നോക്കാം. പനീറാണ് മെയിൻ ആയിട്ട് വരുന്നത്, അതുകൂടാതെ കുറച്ച് മിക്സഡ് വെജിറ്റബിൾസും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ ബട്ടർ നാൻ ലേശം എടുത്ത് ആ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാവ്, നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ബട്ടർ നാൻ. ഇങ്ങനത്തെ ഒരു സ്പൈസി ഗ്രേവി ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതിലുള്ള ഫില്ലിങ്ങിൽ കൂടുതലും പനീർ തന്നെയാണ്, പിന്നെ കുറച്ച് മിക്സഡ് വെജിറ്റബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ കറി കൂട്ടി ഇവരുടെ ബട്ടർ കുൽച്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതും നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ടർ നാനും ബട്ടർ കുൽച്ചയ്ക്കും ഒരേ റേറ്റ് തന്നെയാണ്. അപ്പൊ നമുക്കിനി ഇവരുടെ ബട്ടർ കുൽച്ച കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ബട്ടർ കുൽച്ച നല്ലൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. പിന്നെ വന്നത് ഇവരുടെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റമായ കൊത്തു പൊറോട്ട വിത്ത് പനീറാണ്. ഇത് മഷ്റൂമിന്റെയും ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, ശരിക്കും നല്ല കിഡിലൻ കൊത്തു പൊറോട്ടയാണ്. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ പറാട്ടയാണ്, സാധാ പൊറോട്ടയല്ല. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ മിക്സഡ് വെജ് നൂഡിൽസ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഈ റേറ്റ് വരുന്നുണ്ട്. കണ്ടിട്ട് ഒരു ബട്ടർ ഗാർലിക് നൂഡിൽസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ വെജിറ്റബിൾസും കാണാം. അപ്പോൾ ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ലൊരു ഡീസന്റ് നൂഡിൽസ് ആണ്. നല്ല ശരിക്കും ഒരു ബട്ടർ ഗാർലിക് നൂഡിൽസിന്റെ ഒരു ഫീലിംഗ് ആയിരുന്നു. നൂഡിൽസ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ സിംഗപ്പൂർ ഫ്രൈഡ് റൈസ്. ഇതും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും കൂടുതലും നോൺ വെജ് സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പ്യോർ വെജ് സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഡിപ്പ് ഇവരുടെ വിനീഗർ ബേസ്ഡ് ഡിപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് അത് ലേശം ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, വെരി ടേസ്റ്റി. അതായത് ഇതിൽ കുറച്ച് ഫ്രൈഡ് നട്ട്സ് കാണാം, പിന്നെ കുറച്ച് സെലക്റ്റീവ് വെജിറ്റബിൾസ് കാണാം. നല്ല റൈസാണ്, ശരിക്കും നല്ലൊരു കിഡിലൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോഴത്തേക്ക് ഇവരുടെ ഒരു ദോശ ഐറ്റം വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇവരുടെ ബിരിയാണി, പനീർ ബിരിയാണിയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. നല്ല മസാലയുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും മസാലയുള്ള ഒരു പ്യോർ വെജിറ്റേറിയൻ ബിരിയാണി കഴിക്കുന്നത്, അതും ഒരു ടെംപ്റ്റിംഗ് പനീർ ബിരിയാണി. പനീറിന്റെ ഒരുപാട് കഷ്ണങ്ങളുണ്ട്. അപ്പൊ ലേശം റൈത്ത എടുത്ത് ഒഴിച്ച്, പിന്നെ ഇതിന്റെ കൂടെ അച്ചാറും കിട്ടുന്നുണ്ട്, നാരങ്ങ അച്ചാറാന്ന് തോന്നുന്നു. പിന്നെ ഇതിലേക്ക് അവർ തന്ന പപ്പടം കൂടി കൂട്ടിക്കുഴച്ച് നമുക്ക് ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല മസാലയുള്ള നല്ല കിഡിലൻ പനീർ ബിരിയാണിയാണ്. പനീർ ഉപയോഗിച്ച് ഇത്രയധികം വെറൈറ്റിയിലുള്ള ഡിഷസ് വേറെ എവിടെയും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്കും വെറൈറ്റി ഫ്യൂഷൻ ഡിഷസ് ആണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ പനീർ മസാല ദോശയാണ്. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ തക്കാളി ചട്നി, മിന്റ് ചട്നി, തേങ്ങാ ചട്നി, സാമ്പാറും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള ഫില്ലിംഗ്. നല്ല പനീറും പിന്നെ മിക്സഡ് വെജിറ്റബിൾസും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ദോശ ഒന്ന് പൊട്ടിച്ച്
ആദ്യം ഇവരുടെ തക്കാളി ചട്നിയിൽ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, തക്കാളി ചട്നി ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷെ ദോശ കുറച്ച് ഇരുന്നത് കൊണ്ട് കുറച്ച് ഹാർഡായിട്ടുണ്ട്, ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നല്ലപോലെ മസാല ഫില്ലിംഗ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ തേങ്ങാ ചട്നി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, തേങ്ങാ ചട്നി അസലായിട്ടുണ്ട്. സാമ്പാറും കൂട്ടി കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാണ്. നല്ല ഗംഭീര ഭക്ഷണത്തിന് ശേഷം ഡെസേർട്ടായി ഓർഡർ ചെയ്തത് ഈ 2 കളർഫുൾ ഐറ്റംസ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ മാംഗോ ഷേക്ക് വിത്ത് ഐസ്ക്രീം. നല്ല അഫോർഡബിൾ റേറ്റ് ആണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല പ്രസന്റേഷൻ. അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് മാംഗോ ഷേക്ക്, അതിന്റെ കൂടെ ഐസ്ക്രീമും കൂടി ആവുമ്പോൾ പറയണ്ട. പിന്നെ പറഞ്ഞത് മിക്കവർക്കും ഇഷ്ടമുള്ള ഈ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ആണ്. ഇതിനും നല്ല റീസണബിൾ റേറ്റ് ആണ്. ഇഷ്ടം പോലെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും വരുന്നുണ്ട്. നല്ല ടിപ്പിക്കൽ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു കിഡിലൻ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. ആദ്യമായിട്ടാണ് ഒരു പ്യോർ വെജ് റെസ്റ്റോറന്റിൽ വന്നിട്ട് ഇത്രയ്ക്കും വെറൈറ്റിയിലുള്ള സ്പെഷ്യൽ ഫ്യൂഷൻ ഡിഷസ് കഴിക്കുന്നത്. വേറെ എവിടെയും കാണാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ കഴിച്ചിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇവരുടെ ഡ്രാഗൺ ഇഡ്ലി, അതെന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ നല്ല സ്പെഷ്യൽ ഫ്യൂഷൻ പ്യോർ വെജിറ്റേറിയൻ ഡിഷസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.